കേരളം അതിപ്രാചീന കാലം മുതൽ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഭാഗമായി തന്നെ നിലനിന്നിരുന്ന മഹാഭാരതത്തിൽ കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഇപ്പോൾ ശങ്കരാചാര്യർ കേരളത്തിലെ ഈ 9-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജനിച്ച ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ ഏകതയ്ക്ക് വേണ്ടി പദയാത്ര ചെയ്യുകയും 4 മഠങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഈ 4 മഠങ്ങൾ വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? വേദസാഹിത്യം കേരളത്തിൽ അതിപ്രാചീന കാലം മുതൽ ഉണ്ടായിരുന്നു എന്നല്ലേ. അപ്പോൾ കേരളം ഈ പശ്ചിമഘട്ടത്തിനിപ്പുറം വേറിട്ട് നിൽക്കുകയായിരുന്നില്ല. അപ്പോൾ എനിക്ക് മുന്നേ സംസാരിച്ച വ്യക്തി പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ എപ്പോഴാണ് ഈ ഇവിടുത്തെ വേറിടൽ മനോഭാവം കേരളത്തിൽ വരുന്നത്? എപ്പോഴാണ് അത്? നമുക്കറിയാം, കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തത് മുഴുവൻ ഹൈന്ദവ നവോത്ഥാന പ്രസ്ഥാനങ്ങളായിട്ടാണ്. അത് അയ്യാവൈകുണ്ഠസ്വാമിയിലാണ്. ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാനം ആരംഭിക്കുന്ന അയ്യാവൈകുണ്ഠസ്വാമിയിലാണ്. ആ അയ്യാവൈകുണ്ഠസ്വാമിയിൽ നിന്നും ചട്ടമ്പിസ്വാമിയിലൂടെ, നാരായണ ഗുരുദേവനിലൂടെ, അതുപോലെ ഒരു വലിയ പരമ്പര നമുക്ക് കാണാൻ സാധിക്കും. ആ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഇതെല്ലാം കഴിഞ്ഞ് ഈ നവോത്ഥാന പ്രക്രിയ മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. 1939-ലാണ്. നമുക്കറിയാം, 36 ക്ഷേത്രപ്രവേശന വിളംബരം വരെ കഴിഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ വ്യാപനത്തിന് വേണ്ടി ഏത് കാപട്യത്തെയും അവലംബിക്കുന്ന പ്രസ്ഥാനമാണ്. അത് ലോകം മുഴുവൻ അങ്ങനെയാണ്. ഈ നവോത്ഥാന മൂല്യങ്ങൾ മുഴുവൻ കേരളത്തിൽ ഉണ്ടാക്കിയത് ഞങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസവും പാർട്ടിയുടെ ഒരു നേതാവ് ചാനലിൽ നിന്ന് ചർച്ചയിൽ പറയുന്നത് കേട്ടു, നരേന്ദ്രമോദിയോട് പറയണം ഗുരുവായൂർ പ്രവേശനം നേടിക്കൊടുത്തത് AKGയും പി കൃഷ്ണപിള്ളയൊക്കെയാണെന്നാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പം AKG കോൺഗ്രസ്സുകാരനാണ്. EMSനും ഈ വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും ഒക്കെ പങ്കാളിത്തം EMSനും AKGക്കും ഒക്കെ നേടിക്കൊടുക്കുകയാണ്. ഒരാൾക്ക് 19 വയസ്സും മറ്റൊരാൾക്ക് 14 വയസ്സും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 19-14 വയസ്സൊക്കെയുള്ള അന്ന് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഈ നവോത്ഥാനത്തിൽ എന്ത് പങ്കാണുള്ളത്? അങ്ങനെ മറ്റുള്ളവർ ഇടുന്ന ഈ മുട്ട ഞങ്ങളുടെ മുട്ടയാണ് എന്ന് പറയുന്ന ഒരു പാരമ്പര്യം ഓർക്കട്ടെ. പിന്നീട് എന്താ ചെയ്തത്? ഈ നവോത്ഥാന പാരമ്പര്യത്തെ തട്ടിയെടുക്കുകയും ഞങ്ങളാണ് നവോത്ഥാനം ഉണ്ടാക്കിയത്, കേരളത്തെ ഒരു പരിധിവരെ കബളിപ്പിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചു എന്നുള്ളതാണ്. അപ്പം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമൂഹ്യമായ വേർതിരിവുകളിൽ, ക്ലാസ് വാറാണല്ലോ അവരുടെ പ്രധാന സിദ്ധാന്തം, ആ ക്ലാസ് വാറിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരിക്കലും സമൂഹത്തെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. തൊഴിലാളിയെന്നും മുതലാളിയെന്നും അല്ലെങ്കിൽ ബൂർഷ എന്നും ബൂർഷ അല്ലാത്തവരെന്നും ഇങ്ങനെ ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും ഒക്കെ വേർതിരിച്ചുകൊണ്ട് ഇപ്പോൾ ആ സിദ്ധാന്തങ്ങളെല്ലാം അബദ്ധജടിലമായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മനുഷ്യനെ ജാതീയമായിട്ട് വേർതിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മതപരമായി വേർതിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി, ഏറ്റവും വലിയ ജാതീയ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരുടെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതിന് ശേഷം പിന്നെ ഇവരെ ഐക്യത്തിൻ്റെയും അഖണ്ഡതയുടെയൊക്കെ പേര് പറഞ്ഞ് വേണമെങ്കിൽ ചങ്ങലയെ പിടിക്കും. അതാണ് വേറൊരു രസം. അപ്പോൾ അങ്ങനെ കേരളത്തെ ബൗദ്ധികമായി വഞ്ചിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അത് അധികം കാലം നിലനിൽക്കില്ല. അതുകൊണ്ട് രാമജന്മഭൂമി മൂവ്മെൻറ്റിനെ ഒരു പരിധിവരെ ഒരു വർഗീയ മൂവ്മെൻ്റായിട്ട് കേരളത്തിൽ ചിത്രീകരിക്കാനും ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ആശങ്കയുണ്ടാക്കാനും അതിനെ വോട്ട് ബാങ്കാക്കി മാറ്റാനും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. അത് കുറച്ചു കാലം കൂടിയൊക്കെ സാധിച്ചേക്കാം. ഇപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ അതിർത്തി ഭേദിച്ചുകൊണ്ട് ദേശീയ ചിന്താഗതി കേരളത്തിൽ സാർവത്രികമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരിക്കൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പ്രബലമായിരുന്ന ഈ പ്രസ്ഥാനം അവസാനം കേരളത്തിൽ മാത്രം എത്തി നിൽക്കുകയാണ്. ഈ കേരളത്തിൽ ജനങ്ങളുടെ ബോധ്യത്തിൽ ആധുനിക ചിന്ത കടത്തിവിട്ട ആചാര്യന്മാരെ മുഴുവൻ ഇവർ തള്ളിപ്പറഞ്ഞു. നവോത്ഥാനം സംഭവിച്ചത് മുഴുവൻ ഹൈന്ദവ സമൂഹത്തിലായിരുന്നു. അതിനെ മുഴുവൻ തള്ളിപ്പറഞ്ഞു. എന്നാൽ ആ പാരമ്പര്യം തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും നടക്കുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തെ EMS തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം അനാവശ്യമാണെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ പക്ഷേ ഇന്നിപ്പോൾ എന്താ അവർ പറയുന്നത്? ഗുരുവായൂർ നരേന്ദ്രമോദിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി എന്തു നുണയും പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസത്തിൻ്റെ ഒരു പ്രേതം, കമ്മ്യൂണിസത്തിൻ്റെ പ്രേതമാണ് ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത്. കാരണം കമ്മ്യൂണിസം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളുണ്ട്, ഉദാത്തമായ ചില ആശയങ്ങളുണ്ട്, സ്ഥിതി സമത്വം പോലെയുള്ള ചില ആശയങ്ങൾ. അത് പ്രായോഗികമോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഇന്ന് നമുക്കറിയാം കമ്മ്യൂണിസം ഇല്ല കേരളത്തിൽ, ലോകത്തിൽ ഒരിടത്തുമില്ല. ഇന്ന് മുഖ്യമന്ത്രി വിജയൻ്റെ ഒരിനം മുതലാളിത്ത
സംസ്കാരം, അതാണ് ഇന്ന് അവർ പ്രചരിപ്പിക്കുന്നത്. അതിന് വർഗീയതയുടെ മേൻബോഡി ചേർത്ത് അടുത്ത ഒരു 5 വർഷത്തേക്കൂടെ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രചരണമാണ്. അതിനവർ അയോധ്യ ഉപയോഗിക്കും, RSSൻ്റെ പേര് വലിച്ചഴയ്ക്കും, ഗാന്ധി ഘാതകരാണവർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ന്യൂനപക്ഷ സമൂഹങ്ങൾ, ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാം മനസ്സിൽ എത്ര ആശങ്ക കുത്തി നിറയ്ക്കാമോ അത്രയും ആശങ്ക കുത്തി നിറയ്ക്കും. അങ്ങനെ കുളം കലക്കി മീൻ പിടിക്കുന്ന പരിപാടി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചു കാലം കൂടെ നടക്കും. അതുകൊണ്ട് അയോധ്യ അവർ രാമജന്മഭൂമി പ്രക്ഷോഭത്തെയും പ്രാണപ്രതിഷ്ഠയും ഒക്കെ അപഹാസ്യമായി ചിത്രീകരിക്കുന്ന പരിപാടിയൊക്കെ കുറച്ചു കാലം കൂടെ നടക്കുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ദേശീയ മുഖ്യധാരയുടെ ഒരു വലിയ പ്രളയം അങ്ങനെ സംഭവിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അത് കേരളത്തിൽ സംഭവിക്കും. കാരണം അത് കേരളത്തിൽ സംഭവിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൻ്റെ അടിസ്ഥാന സംസ്കാരം എന്ന് പറയുന്നത് ദേശീയ നവോത്ഥാന നായകന്മാരായ ചട്ടമ്പിസ്വാമിയുടെയും നാരായണ ഗുരുദേവൻ്റെയും അയ്യാവയ്യുണ്ട സ്വാമിയുടെയും അയ്യങ്കാളിയുടെയൊക്കെ സംസ്കാരമാണ്. ആ സംസ്കാരത്തിലേക്ക് കേരളത്തിന് മടങ്ങാതിരിക്കാൻ പറ്റില്ല. അതിന് തടസ്സമായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് കടലെടുത്ത് പോകുന്ന കാലം വിദൂരമല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.